എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admissions.kannur.university.ac.in/FRYUG ADM 2025/index.php എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ചിട്ടില്ല എങ്കിൽ ഉടൻ പരിശോധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണോ, ഏത് അലോട്ട്മെൻറ്റിലാണ് ഏറ്റവും അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 24 മുതൽ, അതായത് ഇന്ന് മുതൽ ജൂൺ 30 വരെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട്, അതായത് ജൂൺ 24 മുതൽ ജൂൺ 30 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അവസരം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ പോയിട്ട് ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഇതുവരെ പരിശോധിച്ചിട്ടില്ല എങ്കിൽ പരിശോധിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എങ്ങനെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാം, എങ്ങനെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ admissions.kannuruniversity.ac.in/FRYUG ADM 2025/index.php എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹോം പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും കൊടുക്കാനുള്ള ഭാഗമുണ്ടാവും. അത് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നമ്പേഴ്സ് കാണാം. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു കോഡ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. അഥവാ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്യാപ്പ് ഐ ഡി, അതായത് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഇമെയിൽ ഐ ഡിയും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെൻഡ് പാസ്വേഡ് റീസെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ലിങ്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആ ഒരു നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ അല്ല സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്. ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുതുതായിട്ട്, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയാലും അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിങ്ങൾ ഈ ഒരു ജൂൺ 30 പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അത് നിങ്ങൾക്ക് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടാം. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു പേജിൻ്റെ, അതായത് പ്രൊഫൈൽ പേജിൽ തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേ ഫീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് SBI ഇ-പേ എന്ന് പറഞ്ഞുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നതും, അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 990 രൂപയാണ്, SC/STക്ക് 925 രൂപയാണ് ഈ ഒരു അഡ്മിഷൻ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം, നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ കോളേജിൽ നിങ്ങൾക്ക്, അതായത് ഏത് കോഴ്സിനാണ് നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അതായത് നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയോടൊപ്പം വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഹാജരാക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോയോടൊപ്പം താഴെ കൊടുത്തിരിക്കുന്ന രേഖകളും പ്രവേശന സമയത്ത് അതത് കോളേജ് അല്ലെങ്കിൽ പഠന വകുപ്പുകളിൽ ഹാജരാക്കേണ്ടതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നാമതായിട്ട് വേണ്ടത്, ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ് എന്നിവ ഓൺലൈനായിട്ട് അടച്ച റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ യോഗ്യത പരീക്ഷയുടെ അസൽ മാർക്ക് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ +2 പരീക്ഷയുടെ +2 സർട്ടിഫിക്കറ്റാണ് പറയുന്നത്. +2 സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു +2 സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു
അതായത് ഡിജി ലോക്കറിൽ നിന്ന് +2 സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ജനനത്തീയതി തെളിയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതായത് ബർത്ത് സർട്ടിഫിക്കറ്റിൽ SSLC സർട്ടിഫിക്കറ്റിൽ ബർത്ത് ഡേറ്റ്, അതായത് നിങ്ങൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതായത് TC ആണ്. അടുത്തത് കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അസൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് കമ്മ്യൂണിറ്റി ഒരു കാസ്റ്റ് തെളിയിക്കുന്നതിനായിട്ടുള്ള ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ രേഖ, അത് OEC വിഭാഗക്കാർക്കാണ്. അതുപോലെ തന്നെ EWS വിഭാഗത്തിലാണെന്ന് തെളിയിക്കാനായിട്ട് EWS വിഭാഗത്തിലുള്ളവർക്ക് EWS സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ SC/BC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒറിജിനൽ നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് എന്തെങ്കിലും അർഹതയുള്ള വിദ്യാർത്ഥികൾ ആ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും. അതുപോലെ തന്നെ നിങ്ങൾ HSC, VHSC, THSC, അതുപോലെ തന്നെ CBSE, CISE, NIOS, അതുപോലെ കേരള +2 തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെയുള്ള മറ്റ് ബോർഡുകളിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സായവർ കണ്ണൂർ സർവകലാശാലയുടെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നേറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖ. അപ്പോൾ അത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ബർത്ത് പ്ലേസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ ആ ഒരു SSLC സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ബർത്ത് പ്ലേസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു നേറ്റിവിറ്റി തെളിയിക്കാനായിട്ട് ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് മതിയാകും. ഇനി അടുത്തതായിട്ടുള്ളത് അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അടുത്തത് ഫീസ് അടച്ച വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടാണ്. അത് അപേക്ഷയല്ല, ഫീസ് അടച്ച വിവരങ്ങൾ അടങ്ങിയ പ്രിൻ്റ് ഔട്ടാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ചതിൻ്റെ വിവരങ്ങൾ അടങ്ങിയ പ്രിൻ്റ് ഔട്ട് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു പ്രിൻ്റ് ഔട്ട് അഡ്മിഷൻ സമയത്ത് കോളേജ് അല്ലെങ്കിൽ പഠന വകുപ്പിൽ ഹാജരാക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് കോളേജിൽ വേറെ ഫീസ് അടക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഫീസ് അഡ്മിഷൻ സമയത്ത് കോഴ്സ് ഫീസ് ഇനത്തിൽ വേറെ അടക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളായിരുന്നാൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഏകദേശം PTA ഫണ്ട് അതുപോലെ വിവിധ ഫീസുകൾ വരും. അപ്പോൾ ആ ഒരു പൈസ ഒക്കെ കൂടി ഏകദേശം ഒരു 10,000 രൂപക്കുള്ളിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന മുമ്പ് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ സമയത്ത് എത്ര രൂപയാണ് ഫീസ് ഇനത്തിൽ അടക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.